ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോ കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഷട്ടർ സ്പീഡിനെ പറ്റിയാണ് പറഞ്ഞത്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ദയവായി കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ട ശേഷം ഈ വീഡിയോ കാണുക. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അപ്പർച്ചറിനെ പറ്റിയാണ്. ക്യാമറയുടെ ലെൻസിനുള്ളിലൂടെ കടന്നു പോകുന്ന പ്രകാശത്തിന്റെ അളവ് നിയന്ത്രിക്കാനായി അതിനുള്ളിൽ അപ്പർച്ചർ ബ്ലേഡ്സ് ഉണ്ടായിരിക്കും. വളരെ സിമ്പിളായി പറയുകയാണെങ്കിൽ നമ്മുടെ പൈപ്പിനുള്ളിലൂടെ കടന്നു പോകുന്ന വെള്ളത്തിന്റെ അളവ് നിയന്ത്രിക്കാനായി അതിൽ ടാപ്പ് ഘടിപ്പിച്ചിരിക്കുന്നത് പോലെ. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാകാനായിട്ട് ഇതിന്റെ അപ്പർച്ചർ ബ്ലേഡ്സ് ക്ലോസ് ചെയ്യുന്തോറും പ്രകാശത്തിന്റെ അളവ് കുറയുന്നു. ഓപ്പൺ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് കൂടുതൽ പ്രകാശം സെൻസറിലേക്ക് എത്തുന്നു. അപ്പർച്ചറിന്റെ അളവിനെ എഫ് നമ്പർ ആയാണ് നമ്മൾ പറയുന്നത്. F1.8, F2.8 എന്നിങ്ങനെ. ഇതിന്റെ എഫ് നമ്പർ കുറയുന്തോറും കൂടുതൽ പ്രകാശത്തിനെ ലെൻസിലൂടെ കടത്തിവിടുന്നു. എഫ് നമ്പർ കൂടുന്തോറും പ്രകാശത്തിനെ കടത്തിവിടുന്ന അളവ് കുറയുന്നു. അതായത് വെളിച്ചം വളരെ കുറവുള്ള സിറ്റുവേഷനിൽ നമ്മൾ കുറഞ്ഞ അപ്പർച്ചർ ആണ് ഉപയോഗിക്കുന്നത്. വെളിച്ചം ധാരാളമുള്ള സിറ്റുവേഷനിൽ നമുക്ക് കൂടിയ അപ്പർച്ചർ ഉപയോഗിക്കാം. ഇനി അപ്പർച്ചർ ബ്ലേഡ്സ് കൊണ്ട് പ്രകാശം കൺട്രോൾ ചെയ്യാൻ മാത്രമല്ല ഉപയോഗിക്കുന്നത്. ഇതുകൊണ്ട് മറ്റൊരു ഉപയോഗം കൂടെയുണ്ട്. അതാണ് ഡെപ്ത് ഓഫ് ഫീൽഡ് എന്ന് പറയുന്നത്. ഫോട്ടോ എടുക്കുമ്പോൾ എത്രത്തോളം ഏരിയ ഫോക്കസ് ആണ് എന്നതാണ് ഡെപ്ത് ഓഫ് ഫീൽഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ കുറഞ്ഞ ഏരിയ ആണ് ഫോക്കസ് ആയിട്ടുള്ളതെങ്കിൽ അതിനെ കുറഞ്ഞ ഡെപ്ത് ഓഫ് ഫീൽഡ് അഥവാ ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡ് എന്ന് പറയുന്നു. അതേസമയം വളരെ കൂടിയ ഏരിയയിൽ ഫോക്കസ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ കൂടിയ ഡെപ്ത് ഓഫ് ഫീൽഡ് എന്ന് പറയുന്നു. കുറഞ്ഞ എഫ് നമ്പറിൽ ഡെപ്ത് ഓഫ് ഫീൽഡ് വളരെ കുറവായിരിക്കും. അതായത് ബാക്ക്ഗ്രൗണ്ട് എല്ലാം തന്നെ വളരെ ബ്ലർ ആയി പോകും. കൂടിയ എഫ് നമ്പറിൽ ഡെപ്ത് ഓഫ് ഫീൽഡ് വളരെ കൂടുതലായിരിക്കും. ഉദാഹരണത്തിന് നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിന്റെ ചിത്രം എടുക്കുന്നു എന്ന് കരുതുക. ഒരു കാഴ്ചക്കാരന്റെ പരമാവധി ശ്രദ്ധ ആ ഒബ്ജക്റ്റിൽ കേന്ദ്രീകരിക്കുന്നതിനായി ആ ഒബ്ജക്റ്റിനെ പരമാവധി കുറഞ്ഞ ഡെപ്ത് ഓഫ് ഫീൽഡിൽ ഫോട്ടോ എടുക്കുമ്പോൾ ബാക്കിലുള്ള ഭാഗവും ഫ്രണ്ടിലുള്ള ഭാഗവും ഔട്ട് ഓഫ് ഫോക്കസ് ആയി കൃത്യമായി ആ ഒബ്ജക്റ്റിൽ മാത്രം ആ ഷാർപ്പ്നെസ് കിട്ടുന്നു. ഇങ്ങനെ കിട്ടുന്നതിനുള്ള ഒരു എളുപ്പ വഴിയാണ് മാക്സിമം വൈഡായിട്ടുള്ള അപ്പർച്ചർ ഉപയോഗിക്കുക എന്നുള്ളത്. വിവിധ അപ്പർച്ചറുകളിൽ എടുത്ത ചിത്രങ്ങൾ കാണുമ്പോൾ ഇത് വ്യക്തമാകും. കൂടിയ അപ്പർച്ചറിൽ ഫോട്ടോ എടുക്കുമ്പോൾ മുന്നിലും പുറകിലും ഉള്ള ടോയ്സ് കൂടി വ്യക്തമായി വരുന്നത് കാണാം. അതായത് ഡെപ്ത് ഓഫ് ഫീൽഡ് കൂടി വരുന്നു. അപ്പർച്ചർ കൂട്ടുന്തോറും ഡെപ്ത് ഓഫ് ഫീൽഡ് കൂടി വരുന്നത് കാണാം. അതായത് കൂടുതൽ ഏരിയ ഫോക്കസ് ആകുന്നു. ഡെപ്ത് ഓഫ് ഫീൽഡ് തീരുമാനിക്കപ്പെടുന്നത് അപ്പർച്ചർ കൊണ്ട് മാത്രമല്ല, അതിന് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത്, സെൻസറിന്റെ വലിപ്പം, ഒബ്ജക്റ്റും ക്യാമറയും തമ്മിലുള്ള ദൂരം, അങ്ങനെ വിവിധ ഘടകങ്ങൾ സ്വാധീനിക്കുന്നു. അതിനെപ്പറ്റിയെല്ലാം കൂടുതലായി മറ്റൊരു വീഡിയോയിൽ പറയാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. സാധാരണ കണ്ടുവരുന്ന ലെൻസുകളിൽ 3.5 to 5.6 ആയിരിക്കും എഫ് നമ്പർ. എന്നാൽ ഉയർന്ന എഫ് നമ്പർ ഉള്ള ലെൻസുകൾക്ക് ഉയർന്ന വിലയും കൊടുക്കേണ്ടതുണ്ട്. ഉദാഹരണമായി സർവ്വസാധാരണമായ 24-70, 70-200, 2.8 ലെൻസുകൾ. ഇതിന്റെ അപ്പർച്ചർ എല്ലാം തന്നെ 2.8 ആയിരിക്കും. ഇനി അതിൽ കൂടുതൽ അപ്പർച്ചർ ആവശ്യമുള്ളവർ തീർച്ചയായും ബ്ലോക്ക് ലെൻസുകൾ ഉപയോഗിക്കേണ്ടി വരും. സൂമിംഗ് ഫംഗ്ഷൻ ഇല്ലാത്ത ലെൻസുകളെയാണ് ബ്ലോക്ക് ലെൻസ് എന്ന് പറയുന്നത്. അതിനൊരു ഉദാഹരണമാണ് 1.8 മാക്സിമം അപ്പർച്ചറുള്ള 50mm ലെൻസ്. ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഫോട്ടോ കിട്ടുന്ന ഒരു ലെൻസാണ് 50mm. അതിനെപ്പറ്റി ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഫുൾ ഫ്രെയിം ക്യാമറകൾക്കായി 0.95 മാക്സിമം അപ്പർച്ചർ വാല്യൂ വരെയുള്ള ലെൻസുകൾ ഇറങ്ങിയിട്ടുണ്ട്. ലെൻസിന്റെ മാക്സിമം അപ്പർച്ചർ വാല്യൂ കൂടുന്തോറും ലെൻസിന്റെ വിലയും കൂടി വരും. ഇത്രയും കാര്യങ്ങളാണ് അപ്പർച്ചറിനെ പറ്റി പറയാനുള്ളത്. ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.